നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. ഡിവോഴ്സിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള ഡിവോഴ്സിന്റെ ഗ്രൗണ്ട്സിനെ പറ്റിയും ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ കാണാത്തവർക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഡിവോഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഡിവോഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് അല്ലെ. നമുക്ക് അറിയാവുന്ന ദമ്പതികൾ ഡിവോഴ്സിലേക്ക് പോകുന്നത് കാണുമ്പോൾ നമുക്ക് പല അഭിപ്രായങ്ങളാണ്. എന്താണ് ഇൻ ബിറ്റ്വീൻ നടന്നതെന്ന് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റിയും മറ്റു കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിനി പേരൻസ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും ഒക്കെ ഭിന്നാഭിപ്രായങ്ങളാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാള് അല്ലെങ്കിൽ ഒരു ദമ്പതികൾ ഡിവോഴ്സിലേക്ക് പോകാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവർ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ ജീവിതത്തിൽ പലരുമായിട്ടും നടത്തിയിട്ടായിരിക്കും ഒരു ഡിസിഷൻ എടുത്തത്, അല്ലെങ്കിൽ അവരുടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് അവരൊരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെന്റൽ ആൻഡ് ഫിസിക്കൽ പീസിനുള്ള ഒരു സ്പേസും ഒരു പീസുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത് എന്താണ് പ്രശ്നം എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവിടെ കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ പെടുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ ചെയ്യേണ്ട ഒരു മേഖലയല്ല. 4 ചുമരുകൾക്കുള്ളിൽ ആ ദമ്പതികൾക്കുള്ളിൽ എന്താണ് നടന്നെന്നുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് നാം അറിയാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അത് അറിയാനായിട്ടുള്ളവരാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളും അഡ്വക്കേറ്റ്സും ഒക്കെ. സോ ആ ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കുക. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഡിവോഴ്സ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന്റെ അഭാവമാണ് ഒരു പ്രധാന വാതിൽ ഡിവോഴ്സിലേക്കുള്ള. 2, അവർക്ക് ഇമോഷണൽ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവാതിരിക്കുക. അത് ഈ കമ്മ്യൂണിക്കേഷൻ കൂടെയാണ് വരേണ്ടത്. പക്ഷെ ഇമോഷണൽ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവാതിരിക്കുക, അവർക്കൊരു ഹാപ്പിനെസ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഇതിൽ നിന്ന് കിട്ടാതിരിക്കുക. 3, മെന്റൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസിന് ഇരയാവുക. അതായത് ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അബ്യൂസിന് ഇരയാവുക, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അബ്യൂസിന് ഇരയാവുക, പെർസിസ്റ്റന്റ് ആയിട്ട് ഡിസ്റെസ്പെക്റ്റിന് ഇരയാവുക. അതുപോലെ തന്നെ ഒരു സെക്ഷൽ ഇന്റിമസി ഉണ്ടാവാതിരിക്കുക. വളരെ ഹാപ്പി ആയിട്ടുള്ള സെക്സ്ലെസ് മാരേജസ് ഉണ്ട്, സെക്ഷൽ ഇന്റിമസി ഇല്ലാത്ത മാരേജസ് ഉണ്ട്, ഹാപ്പി ആയിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ പങ്കാളിക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അത് സെക്ഷൽ ഇന്റിമസി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഡിവോഴ്സിന് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചതി, ബീട്രയൽ, അത് ഫിനാൻഷ്യൽ ആവാം, ഫിസിക്കൽ ആവാം, അതായത് വിവാഹേതര ബന്ധം ചെയ്യുന്നതാവാം. ഇതും ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ചൂടാവുന്ന, ഭയങ്കര ആങ്കർ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അതിന് മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ മറ്റ് റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കും ഇത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഡിവോഴ്സിലേക്ക് വഴിതെളിക്കുന്നവരുണ്ട്. ഇനി ഒരു ജീവിതം തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് രണ്ടുപേർക്കും 2 ഗോളാണ്, രണ്ടുപേർക്കും ജീവിതത്തിൽ 2 വാല്യൂ ആണ്, 2 കൾച്ചറാണ് അവർ ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കി പിരിയാൻ തീരുമാനിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ രീതിയിലും ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവർ പിരിയാൻ തീരുമാനിക്കുന്നത്. സോ പിരിയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. സോ അങ്ങനെ പോകുന്നവരെ നമ്മൾ മാക്സിമം റെസ്പെക്ട് ചെയ്യുക, അവരുടെ സ്പേസിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.